നമസ്കാരം. അങ്ങനെ ബ്രഹ്മയുഗം ഏജ് ഓഫ് മാഡ്നസ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടിട്ട് ഞാൻ ജസ്റ്റ് പുറത്തിറങ്ങി. ത്രോട്ട് വളരെ മോശമായി കിടക്കുകയാണ്, നല്ല ചുമണ്ട്. സോറി ഫോർ ദാറ്റ്. ഓക്കെ, പടത്തിനെ കുറിച്ച് ഒറ്റ വാക്ക് പറയാന്ന് വെച്ചാൽ ഗംഭീര മൂവിയാണ്, ഗംഭീരം. ഇതിനെങ്ങനെയാണ് ഇതിനൊരു ഒപ്പീനിയൻ പറയുക, റിവ്യൂ പറയുക എന്നുള്ളത് അറിയില്ല. ഓക്കെ, കാരണം വെച്ചാൽ അങ്ങനെ എടുത്തെടുത്ത് ഇൻഡിവിജ്വലായിട്ട് ഏതൊക്കെ എടുത്ത് പറയണം എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ ഓർത്ത് വെച്ചിരുന്നു. പക്ഷെ പെട്ടെന്ന് അങ്ങോട്ട് എന്താ പറയുക, ഇൻഡിവിജ്വലായിട്ട് പറയാൻ കഴിയില്ല. പക്ഷെ എന്തായാലും നമ്മുടെ ഒരു കണ്ടതിൻ്റെ അഭിപ്രായം ഓരോന്നായിട്ട് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു പടത്തിന് പോകാനുള്ള മെയിൻ 2 റീസണാണ്. ഒന്ന് മമ്മൂക്ക, രണ്ടാമത് മമ്മൂക്കയുടെ ചിരി. ഓക്കെ, ഇത് മമ്മൂക്കയുടെ ഫേസ് എക്സ്പ്രഷൻ ഇത് എത്രത്തോളം പറഞ്ഞറിയിക്കാൻ അറിയില്ല. കാരണം വെച്ചാൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ആക്ടേഴ്സിൽ വേറൊരു വ്യക്തി ഉണ്ട് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു പഴയ സായികുമാറിൻ്റെ അച്ഛനൊക്കെ പഴയ ആ ഒരു മന്ത്രവാദി ആ ഒരു ഇതൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടല്ലോ. സസ്പെൻസ് ഒന്നും ഞാൻ പൊളിക്കുന്നില്ല, ഒരു കിടിലൻ സസ്പെൻസ് ഉണ്ട് മൂവിയിൽ. എന്താ പറയുക, ഒരു സ്പോയിലർ തരുന്നില്ല. പക്ഷേ ഈ പടം എനിക്ക് തോന്നുന്നു 5 ക്യാരക്ടേഴ്സാണുള്ളത്. മമ്മൂക്ക, അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ, പിന്നെ ഒരു അമാൽഡ, ഒരു യക്ഷിയായിട്ട് അഭിനയിക്കണം, പിന്നെ മണികണ്ഠൻ ആചാരി. ഓക്കെ, മണികണ്ഠൻ ചെറിയ റോളുള്ളൂ, പക്ഷേ ഉള്ള ആ ഒരു കറക്റ്റ് സാധനം ഇതിൽ കംപ്ലീറ്റ് ഒരു പേടിയാണ്. ഓക്കെ, ബേസിക്കലി അതിലെ ക്യാരക്ടേഴ്സിനൊക്കെ മമ്മൂക്കും യക്ഷിക്കും വെച്ച് ബാക്കി എല്ലാവർക്കും പേടിയാണ്. അപ്പോൾ ആ പേടി, കംപ്ലീറ്റ് പേടി. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു മൂവി വിചാരിച്ചിരുന്നു, ഭൂതകാലം സിനിമയുടെ ചെറിയൊരു പോർഷൻ. ഞാൻ ഭൂതകാലം സിനിമ കണ്ടിരുന്നില്ല. ഭൂതകാലം കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നത് കംപ്ലീറ്റ് ഇൻ ആൻഡ് ഔട്ട് ഹൊറർ മൂവി ആയിരിക്കും, രാത്രി കിടന്നുറങ്ങാൻ പറ്റാത്ത രീതിയിൽ പേടിപ്പെടുത്തുന്ന പടമായിരിക്കും വെച്ചു. അതല്ല, അതായത് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പേടി നിലനിൽക്കുന്ന ഒരു മൂവിയല്ല. ഓക്കെ, സീരിയസ് ആയിട്ട് ഈ പടം ആർക്ക് ഉള്ളതാണെന്നറിയോ? അതായത് ഈ മന്ത്രവാദം, മന്ത്രവാദം, ഈശ്വരവിശ്വാസം, മന്ത്രവാദം, പിന്നെ ഈ ആഭിചാര കർമ്മങ്ങൾ, ഇങ്ങനത്തെ കോൺസെപ്റ്റ്, ഇങ്ങനത്തെ സംഭവം ഉണ്ടല്ലോ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നിട്ടുള്ള, ഇതിലൊക്കെ വിശ്വാസം ഉള്ള ആൾക്കാർക്കുള്ള മൂവിയാണ്. അതായത് അതല്ലാതെ നിരീശ്വരവാദം ഇതൊക്കെ ആയിട്ട് വിചാരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഈശ്വരവിശ്വാസം ഇല്ലാത്ത ആൾക്കാരൊക്കെ, അവർക്കൊക്കെ ഒരുപക്ഷെ ചിലപ്പോൾ മമ്മൂക്കയുടെ പെർഫോമൻസും ഇൻഡിവിജ്വൽ പെർഫോമൻസസ് ഒഴിച്ച് ചിലപ്പോൾ ഒരുപക്ഷെ ദഹിച്ചില്ലാന്ന് വരാം. കാരണം വെച്ചാൽ അത് അങ്ങനെ ഒരു കോൺസെപ്റ്റാണ്. പ്രത്യേകിച്ച് നമുക്ക് വിശ്വാസമൊക്കെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഈ ചെറിയ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഈ ഒരുപാട് ദുർമന്ത്രവാദ കഥകളും കാര്യങ്ങളൊക്കെ കേട്ട് കുട്ടിച്ചാത്തൻ ഇതുപോലുള്ള കാര്യങ്ങൾ, ആഭിചാര കർമ്മങ്ങൾ, പൂജകൾ, പഴയ ഇല്ലം, തറവാട്, മന, അവിടുത്തെ ആ ഒരു ഭീതി, ഇതൊക്കെ കേട്ട് വളർന്നിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കുള്ളതാണ് ഈ പടം. ഓക്കെ, രണ്ടാമത് നിങ്ങൾ മമ്മൂക്കയുടെ ഫാനാണോ അല്ലയോ എന്നല്ല സംഭവം. പുള്ളി ആദ്യമായിട്ടാണ് തോന്നുന്നു കുറേ കാലങ്ങൾക്ക് ശേഷം പുള്ളിയുടെ ഏജിനനുസരിച്ചുള്ള ഒരു ക്യാരക്ടർ പുള്ളി അഭിനയിച്ചിട്ടുള്ളത്. ഏകദേശം അതേ ഏജിലുള്ളൊരു ക്യാരക്ടറാണ്. പക്ഷേ ഭയങ്കരമാണ്, ആ ചിരിയൊക്കെ ഭയങ്കരമാണ്. ആ വലിയ ആ ക്യാൻവാസിൽ അതിൽ കാണുന്ന സമയത്ത്, ഈ നമ്മളെ ഈ എന്താ പറയുക, ഈ ട്രെയിലർ കണ്ട സമയത്ത്, ഈ ട്രെയിലർ കാണുമ്പോൾ നമ്മൾ ചെറിയ സ്ക്രീനിൽ കാണുന്ന പോലെയല്ല, ആ ബിഗ് സ്ക്രീനിൽ അതിൻ്റെ കൂടെ ആ BGM കൂടി വെച്ചിട്ട്, BGM അടിപൊളിയായിട്ടുണ്ട്, ഓവറായിട്ടില്ല, പെർഫെക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ചില സീൻസൊക്കെ നമുക്ക് തന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ അകപ്പെട്ട പോലെയൊക്കെ തോന്നും. അതായത് ഒരു ട്രാപ്പ് പോലെയാണ്, ഒരു ട്രാപ്പാണ് ആ മൂവിയല്ല, അതിൻ്റെ ആ ഒരു പ്ലോട്ട് ഒരു ട്രാപ്പാണ്. അർജുൻ അശോകൻ്റെ ക്യാരക്ടർ, അർജുൻ അശോകൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അർജുൻ അശോകൻ സീരിയസ്ലി ഞാൻ ഓരോരോ സീനും ഇങ്ങനെ എടുത്തേക്കുന്ന ആ പേടിയൊക്കെ, ആ കണ്ണൊക്കെ അർജുൻ അശോകൻ്റെ ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നത് അതേപോലെ അല്ലെങ്കിൽ അതിലേറെ ഒരു പടി മുകളിലുണ്ടോ സിദ്ധാർത്ഥ എന്ന് തോന്നുക. സിദ്ധാർത്ഥ ഭരതൻ തീരെ യൂട്ടിലൈസ് ചെയ്യാത്ത, മലയാള സിനിമ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല പുള്ളിയെ തോന്നുന്നു. കാരണം വെച്ചാൽ അത്രയ്ക്ക് അടിപൊളിയായിട്ടുണ്ട്. പുള്ളിയുടെ ക്യാരക്ടർക്ക് എന്ത് നാച്ചുറൽ, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പുള്ളി ചെയ്തതുള്ളത് പറയാൻ വാക്കില്ല. പക്ഷെ എന്നാൽ മമ്മൂക്ക വരുന്ന സമയത്ത് മമ്മൂക്കയുടെ ആ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക തരം മുഖഭാവമാണ് മമ്മൂക്കയുടെ ആ ഒരു ഇത് കാണിക്കുന്ന സമയത്ത് പോലെയാണെങ്കിലും അതിൻ്റെ ഒപ്പം നിൽക്കുന്ന അർജുൻ അശോകൻ്റെ ക്യാരക്ടറാണ്. അർജുൻ അശോകനാണെന്നുണ്ടെങ്കിൽ സിദ്ധാർത്ഥ ആണെന്നുണ്ടെങ്കിലും ഒരേപോലെ ഈ 3 പേരാണ് ഈ പടം കംപ്ലീറ്റ് കൊണ്ടുപോകുന്നത്. ഓക്കെ, മണികണ്ഠൻ ചെറിയ റോളുള്ളൂ, പിന്നെ യക്ഷിയായിട്ട് അഭിനയിച്ചിട്ടുള്ള അതും സൂപ്പർ കാസ്റ്റിംഗ് ആട്ടോ, കമ്മിറ്റി പടം, അമാൽഡ. ഓക്കെ, അപ്പോൾ അത് പടം ഓൺ ദ ഹോൾ ഗംഭീര പടം. പിന്നെ ഇത് കംപ്ലീറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഓക്കെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിയാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ വിചാരിച്ചിരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി, ഞാൻ അതും കൂടെ ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് ത്രില്ലടിച്ച് പോയിരുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു 10 മിനിറ്റ് കാണുന്ന സമയത്ത് കംപ്ലീറ്റ്. പക്ഷേ പിന്നെ നമ്മൾ തന്നെ ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലും നമ്മൾ ഇൻവോൾവ് ആയി പോകും. ഒരു പഴയ കാലത്ത് നടന്നിട്ടുള്ള ഒരു മൂവി, പഴയ ഇല്ലം, പഴയ മന എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഇറ്റ് ഹാസ് ടു ബി ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അതൊരു മോണോക്രോമിൽ ആയിട്ട് കാണുന്ന സമയത്താണ് അതിൻ്റെ ആ ഒരു എഫക്റ്റ് വരിക. ഫാമിലീസിന് എനിക്ക് തോന്നുന്നില്ല കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റുന്ന തോന്നുന്നില്ല, കാരണം കുട്ടികൾ പേടിക്കും. ഓക്കെ, പക്ഷെ എനിക്ക് കുട്ടികൾ അലൗഡല്ല തോന്നുന്നുണ്ട്, അറിയില്ല, ചെറിയ കുട്ടികളൊക്കെ കൊണ്ട് പോകാതിരിക്കുക. കാരണം കുട്ടികൾ പേടിച്ച് പോകും. ഓക്കെ, എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ ആൾക്കാർക്ക് ഇങ്ങനെ പേടിച്ച് ഇത് കഴിഞ്ഞ് ഹോണ്ട് ചെയ്യുന്ന ഒരു ക്രീപ്പി ഫീലിംഗ് തരുന്നതായിട്ട് രീതിയിലുള്ള ഒരു മൂവിയല്ല. ബട്ട് ഓൺ ദ ഹോൾ സീരിയസ്ലി ഈ പടം ഞെട്ടിച്ചു, ഡയറക്ടർ ഞെട്ടിച്ചു, മമ്മൂക്ക സീരിയസ്ലി മാൻ, പുള്ളി നമുക്ക് ചിന്തിക്കാവുന്നതിനപ്പുറമാണ് പുള്ളിയുടെ ക്യാരക്ടർ സെലക്ഷനും പുള്ളി അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ചിന്തിക്കാവുന്നതിനപ്പുറമാണ്.
ചിന്തിക്കാവുന്നതിലപ്പുറം എന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ആ ഒരു മമ്മൂക്കനെ കാണിക്കുന്ന സമയത്ത് പുള്ളിയുടെ ഭാവമാറ്റം ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യന് ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു നോർമലായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് നേരെ ഒരു പുള്ളി സൈക്കോ ആണോ എനിക്ക് നമ്മളിപ്പോൾ പടം കണ്ടുകൊണ്ട് എന്താണ് പുള്ളിയുടെ ക്യാരക്ടർ എന്ന് കറക്റ്റായിട്ട് മനസ്സിലായി. ആ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലായി, പുള്ളി എന്തായിട്ടാണ് പോർട്രേ ചെയ്തെന്നുള്ളത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായാൽ കൂടി നമുക്കെന്താ വെച്ചാൽ അത് മനസ്സിലായി കഴിയുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി ഈ ചിരിയുടെ ഉദ്ദേശം. പുള്ളി ആ ചിരിയുടെ ഉദ്ദേശം ആ വിളക്കിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ആ ഓരോ നോട്ടത്തിൻ്റെയും ആ കിടത്തത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ ഉദ്ദേശം പല്ലുകൾ പോലും, പുള്ളിയുടെ പല്ലൊക്കെ പ്രത്യേകത ഉണ്ട് ഇതിൽ അല്ലേ, ആ പല്ലുകൾ പോലും കണ്ണാണെന്നുണ്ടെങ്കിൽ എല്ലാം എന്താ പറയുക, അത് എന്താണോ പുള്ളിയുടെ ആ ക്യാരക്ടർ പ്ലേ ചെയ്യുന്നത്, പുള്ളി എന്ത് ക്യാരക്ടറാണോ പ്ലേ ചെയ്യുന്നത് അതിനോട് കംപ്ലീറ്റ്ലി ജസ്റ്റിഫൈ ചെയ്തിട്ടുള്ള ഒരു അഭിനയമാണ് മമ്മൂക്കയുടെ ഭാഗത്തുനിന്ന്. മമ്മൂക്ക സൂപ്പറായിട്ടുണ്ട്. ഗോഡ് ബ്ലെസ് ഹിം, സീരിയസ്ലി ഗോഡ് ബ്ലെസ് ഹിം. പുള്ളിക്ക് ഇനി ഒരുപാട് ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യാനും നമുക്കതൊക്കെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. കാരണം വെച്ചാൽ വിതൗട്ട് മമ്മൂക്കൊന്നും ഇല്ലാത്തൊരു മലയാള സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. കാരണം വെച്ചാൽ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഇത്രയൊക്കെ ആക്ടേഴ്സ് ഇന്ന് വരുന്നുണ്ടെങ്കിൽ കൂടി ഈ ഒരു മനുഷ്യൻ അഭിനയിച്ച് നമ്മളേക്ക് എത്തിച്ചിട്ടുണ്ട്. അല്ല ഞാൻ പറയാന്ന് വെച്ചാൽ മമ്മൂക്ക മാത്രമല്ല കേട്ടോ, പക്ഷെ മമ്മൂക്ക ആ ഒരു പടത്തിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. എല്ലാവരും അതെ ഈക്വൽ ഇമ്പോർട്ടൻസ് എല്ലാവർക്കും ഉണ്ട് തോന്നി. പക്ഷെ മമ്മൂക്ക ഒരു പ്രത്യേകതയാണ് മക്കളായ പ്രത്യേകതയാണ്. അപ്പോൾ എല്ലാവരും ഈ പടം പറ്റുമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണാം. ഈ പടം കയറി കത്തി. ഞാൻ സീരിയസ് ആയിട്ട് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ്. ഇതിന് നെഗറ്റീവ്, എൻ്റെ ഒരു കസിനുണ്ടായിരുന്നു പടം കണ്ടിറങ്ങിയ സമയത്ത്. അപ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ ഗംഭീര പടമാണ് കേട്ടോ ഞങ്ങളിങ്ങനെ നിന്നു. അപ്പോൾ ഇതിന് നെഗറ്റീവ് ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. അറിയില്ല. പക്ഷെ ഇതിന് എന്താ നെഗറ്റീവ് പറയുക ചോദിച്ചു. അറിയില്ല. ഇതിനാരെങ്കിലും നെഗറ്റീവ് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് അറിയാനുള്ള ആഗ്രഹമുണ്ട്. കാരണം വെച്ചാൽ പല ആൾക്കാർക്കും പടം പല രീതിയിലായിരിക്കും. എനിക്ക് ഇത് കംപ്ലീറ്റ്ലായിട്ട് വർക്കൗട്ട് ആയത് മാത്രമല്ല, നിങ്ങളെല്ലാവരും പോയി കാണണം. തിയേറ്ററിൽ തന്നെ മാക്സിമം പോയി കാണണം. തിയേറ്ററിൽ തന്നെ കാണണം. കംപ്ലീറ്റ് ആയിരുന്നു, ഹൗസ്ഫുൾ ആയിരുന്നു മൂവി. പിന്നെ എന്താ വെച്ചാൽ മഞ്ചേരി ലാഡർ സിനിമാസ് ചെറിയ തിയേറ്ററാണ്. അതുകൊണ്ട് എന്താ പറയുക, ഒരു കംപ്ലീറ്റ് ഒരു ഫാൻസിൻ്റെ ആർപ്പും വിളിയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ എന്നാലും മമ്മൂക്കാനെ ഇനീഷ്യലൊക്കെ കാണിക്കുന്ന സമയത്ത് കുറച്ചൊക്കെ അതിൻ്റെതായ രീതിയിലുള്ള ആർപ്പും വിളിയും സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ എന്താണെങ്കിലും തിയേറ്ററിൽ കംപ്ലീറ്റ് ആയിട്ട് പോയി കാണുക. സിദ്ധാർത്ഥ് ഭരതൻ ഹി ഡിസേർവ്സ് മോർ ബെറ്റർ. എന്താ പറയുക, ഇതുപോലത്തെ ഭയങ്കര റോൾസ് പുള്ളിക്ക് ഡിസർവ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അർജുൻ അശോകനാണെന്നുണ്ടെങ്കിലും ഓൺ ദ ഹോൾ പടം സൂപ്പറായിട്ടുണ്ട്. BGM അടിപൊളിയാണ്. എന്താ പറയുക, ഒരു പഴയ ഇല്ലം. ഞാൻ ഇപ്പോഴും ആ ഇല്ലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. സീരിയസ് ആയിട്ട് പറയാം, ഇതൊരു ട്രാപ്പാണ്. ആ പടം കണ്ടവർക്കറിയാം, ആ ഇല്ലത്തിനകത്ത് അകപ്പെട്ടു പോകുന്നൊരു ട്രാപ്പാണ്. ആ ട്രാപ്പിൽ നിങ്ങൾ പടം കാണുന്നതോടുകൂടി നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ അകപ്പെടുന്നുള്ളത് 100% ഷുവറാണ്. ഫുള്ളി ജസ്റ്റിഫൈഡ് ആണ്. ഭ്രമയുഗം, ഏജ് ഓഫ് മാഡ്നസ്, ട്രൂ. എനിക്കെന്ന് വെച്ചാൽ ഒരു പ്രത്യേകത, ഞാൻ ആദ്യം ബ്രഹ്മയുഗം എന്നല്ല ഞാൻ പറഞ്ഞില്ലേ, പക്ഷെ ബ്രഹ്മയുഗമല്ല, അതൊരു യുഗം. ദ ഏജ് ഓഫ് മാഡ്നസ്, ഭ്രമയുഗം. പിന്നെ ആ പകിടയുടെ ഇമ്പോർട്ടൻസ് നിങ്ങൾ ടീസറിൽ കണ്ട പോലെ തന്നെ ഓരോരോ ടീസറിൽ കാണുന്ന ഓരോ സംഗതിക്കും പടത്തിൽ അത്രയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് മിസ്സാക്കരുത് ഈ പടം. തിയേറ്ററിൽ തന്നെ പോയി കാണാൻ അധികം വൈകണ്ട. കാരണം വെച്ചാൽ ഒരു ചെറിയൊരു സസ്പെൻസ് ഉണ്ട്. ഒരു ക്ലൈമാക്സ് അല്ല, ഇൻ്റർവെൽ കഴിയുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ സസ്പെൻസ് റിവീൽ ചെയ്യും. ആ സസ്പെൻസ് അധികം ആരും പൊട്ടിക്കുന്നതിന് മുന്നേ തിയേറ്ററിൽ പോയി കാണാം. ഉടനെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യുക, പോയി കാണാം. മിസ്സാക്കരുത് ഒരിക്കലും കേട്ടോ. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്.